ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം മുങ്ങിയ ഷെറിഫുൾ ഇസ്ലാം ഷെഹ്സാദിനായി വ്യാപക അന്വേഷണം നടത്തിയെങ്കിലും 3 ദിവസത്തിലേറെ മുംബൈ പോലീസിനെ വെള്ളം കുടിപ്പിച്ചു പ്രതി. മുംബൈക്ക് സമീപം താനെയിൽ നിന്ന് ഷെഹ്സാദിനെ പിടികൂടുമ്പോൾ കണ്ടൽ മരങ്ങൾക്കിടയിൽ വിശ്രമത്തിലായിരുന്നു അയാൾ. സെയ്ഫ് അലി ഖാന്റെ ബാന്ദ്രയിലെ വസതിയിൽ കടന്നുകയറി ആക്രമണം നടത്തിയ ശേഷം 70 മണിക്കൂറോളം കഴിഞ്ഞാണ് പോലീസിന് അക്രമിയെ കണ്ടെത്താനായത്. 100ഓളം പോലീസുകാരുൾപ്പെട്ട സംഘമാണ് ഒളിയിടത്തെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ അന്വേഷണത്തിനായി ഇറങ്ങി പുറപ്പെട്ടത്. എങ്ങനെയാണ് പ്രതിയിലേക്ക് അന്വേഷണം എത്തിയത്? സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കൂടുതൽ ഇടങ്ങളിലെ CCTVകൾ പരിശോധിച്ചപ്പോൾ ദിവസങ്ങൾ മുമ്പുള്ളൊരു ദൃശ്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജനുവരി 9-ന് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ബൈക്കിൽ നിന്ന് ഇയാൾ ഇറങ്ങുന്ന ദൃശ്യമാണ് ലഭിച്ചത്. ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പറും ബൈക്കിൽ നിന്നിറങ്ങിയത് ഷെഹ്സാദ് ആണെന്ന ശാസ്ത്രീയ പരിശോധനാ ഫലവും നിർണായകമായി. ദാദർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് 3 തവണ പ്രതി എത്തിയതിന്റെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. മത്സ്യത്തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന വെർലി കോളിവാഡയിൽ ഇയാൾ എത്തിയെന്ന വിവരവും പോലീസിന് ലഭിച്ചു. പ്രദേശത്തെ ചില കരാറുകാരെ ഷെഹ്സാദ് ബന്ധപ്പെട്ടു എന്ന വിവരമാണ് മുന്നോട്ടുള്ള തെരച്ചിലിൽ നിർണായകമായി മാറിയത്. വേർലയിലെ സെഞ്ചുറി മില്ലിന് സമീപത്തെ കടയിലെത്തിയ ഇയാൾ 2 തവണ കടയുടമയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. കോളിവാഡയിൽ നിന്നുള്ള നവീൻ എക്ക എന്നയാളാണ് കടയുടമയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. 2 തവണ ഒരേ കടയുടമയെ തേടി ഷെഹ്സാദ് എത്തണമെങ്കിൽ ഇയാളുമായി മുൻ പരിചയമുണ്ടെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘമെത്തി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ജനതാ കോളനിയിൽ ജയ്ഹിന്ദ് മിത്ര മന്ദൽ എന്ന വിലാസത്തിൽ താമസിക്കുന്ന നവീൻ എക്കയെ പോലീസ് കണ്ടെത്തി. വിലാസം തേടിയെത്തിയ പോലീസിന് പക്ഷേ പൂട്ടിയിട്ട നിലയിലുള്ള താമസ സ്ഥലമാണ് കണ്ടെത്താനായത്. നവീൻ എക്കയെ കണ്ടെത്തി ചോദ്യം ചെയ്തതോടെ നിർണായക തുമ്പ് പോലീസിന് ലഭിച്ചു. കിഴക്കൻ പറാത്തയും കുപ്പിവെള്ളവും വാങ്ങിയത് UPI വഴിയാണെന്ന വിവരമാണ് ഷെഹ്സാദിന്റെ ഒളിത്താവളത്തിലേക്ക് പോലീസിനെ നയിച്ചത്. പണം കൈമാറിയ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കാസർ വദാവാലി എന്ന പ്രദേശത്തേക്കും അമിത് പാണ്ഡെ എന്ന കരാറുകാരനിലേക്കും പോലീസിനെ എത്തിച്ചു. ഈ പ്രദേശത്തെ ലേബർ ക്യാമ്പ് കേന്ദ്രീകരിച്ചായിരുന്നു ഷെഹ്സാദിന്റെ നീക്കങ്ങൾ എന്ന് പോലീസ് കണ്ടെത്തി. അങ്ങനെയാണ് അവിടെയുള്ള കണ്ടൽ കാടുകളിൽ വ്യാപക തെരച്ചിൽ നടത്താൻ തീരുമാനമായത്. DCP നവ്നാഥ് ദവാലെ നയിച്ച സംഘമാണ് കണ്ടൽ മരങ്ങൾക്ക് ചുവട്ടിൽ ഒരാൾ കിടക്കുന്നത് കണ്ടെത്തിയത്. അന്വേഷണ സംഘം അടുത്തെത്തിയതും ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടി. ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാതിരുന്ന ഷെഹ്സാദിൽ നിന്ന് ബംഗ്ലാദേശ് പൗരനെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ലഭിച്ചു. TVയിൽ തന്റെ മുഖം കണ്ടതോടെയാണ് താനെയിലേക്ക് കടന്നതെന്നും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു ലേബർ ക്യാമ്പിന് സമീപം ഉപേക്ഷിച്ചുവെന്നും ഇയാൾ സമ്മതിച്ചു. താനെ ജില്ലയിലെ ഗോഡ്ബന്ദർ റോഡിന് സമീപത്തു നിന്നാണ് ഷെഹ്സാദ് പിടിയിലാവുന്നത്. ആരാണ് ഷെറിഫുൾ ഇസ്ലാം ഷെഹ്സാദ്? പോലീസ് പറയുന്നതനുസരിച്ച് ഇന്ത്യക്കാരനല്ല പ്രതി. അനധികൃതമായി ഇന്ത്യയിലെത്തി ബിജോയ് ദാസ് എന്ന വ്യാജ പേരിൽ മുംബൈ കേന്ദ്രീകരിച്ച് കഴിയുകയായിരുന്നു ഇയാൾ. 30 വയസ്സുള്ള ഷെഹ്സാദ് കഴിഞ്ഞ 4 മാസമായി മുംബൈയിൽ താമസിക്കുന്നു. കൊൽക്കത്ത വഴി മുംബൈയിലെത്തിയ ഇയാൾ ഒരു ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലാണ് ആദ്യം തൊഴിൽ തേടുന്നത്. വേർലയിൽ ചില സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം. പോലീസ് വ്യക്തമാക്കുന്നത് മോഷണത്തിന് വേണ്ടിയാണ് ഇയാൾ സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ എത്തിയതെന്നാണ്. എന്നാൽ ബോളിവുഡ് താരത്തിന്റെ വീടാണതെന്ന് ഷെഹ്സാദിന് അറിയില്ലായിരുന്നു. സെയ്ഫ് അലി ഖാന്റെ മകന്റെ മുറിയിലെത്തിയ ആക്രമിയെ ആദ്യം കണ്ടത് മലയാളി നഴ്സായ ഏലിയമ്മ ഫിലിപ്പാണ്. ഇവരെ ആക്രമിച്ച പ്രതി 1 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഏലിയമ്മ ഫിലിപ്പ് ബഹളം വച്ചതോടെയാണ് സെയ്ഫും ഭാര്യ കരീനയും സംഭവം അറിഞ്ഞ് മുറിയിലേക്ക് എത്തുന്നതും സെയ്ഫിന് കുത്തേൽക്കുന്നതും. മഹാരാഷ്ട്ര സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയ സംഭവത്തിൽ അക്രമിയെ പിടികൂടാനായത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് ആശ്വാസമാണ്. എന്നാൽ മുംബൈ സുരക്ഷിതമല്ലെന്ന പ്രതിപക്ഷ ആക്ഷേപങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു. VIP ആയ സെയ്ഫ് അലി ഖാന് സംഭവിച്ചത് ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്നാണ് ചോദ്യം. 12ാം നിലയിലുള്ള അപ്പാർട്ട്മെന്റിലേക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന് എങ്ങനെ ഇയാൾ എത്തി എന്നതും സംശയകരമാണ്. കസ്റ്റഡിയിലുള്ള ഷെഹ്സാദിൽ നിന്ന് കൃത്യമായ ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുംബൈ പോലീസ്.